പ്രകൃതിയുടെ ഇനിയും പരിവേഷണം ചെയ്യപ്പെടാത്ത ആഡംബര സൗന്ദര്യത്തിൻ്റെയും സമ്പൽ സമൃദ്ധമായ പാശ്ചാത്യ കാലഘട്ടത്തിൻ്റെയും ഒളിമങ്ങാത്ത തെളിവായി ഹരിതാഭമായ ഹിമാചൽ പ്രദേശിലെ ഭൂപ്രകൃതിയോട് ആലിംഗനം ചെയ്ത് കിടക്കുന്ന ഒരു കൊച്ചു പട്ടണം. ധൗളാധർ പർവ്വതനിരയുടെ മുകളിൽ നങ്കൂരമിട്ടിരിക്കുന്ന മൂടൽമഞ്ഞിന്റെ ചുംബനമേറ്റ് ശാന്തമായ കുന്നിൻ ചെരുവുകൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഡൽഹൌസി 19-ാം നൂറ്റാണ്ടിന്റെ മധ്യത്തിൽ ഇന്ത്യയിലെ ഗവർണർ ജനറൽ ആയിരുന്ന ലോർഡ് ഡൽഹൌസിയുടെ പേരിലാണ് അറിയപ്പെടുന്നത്. കൊളോണിയൽ മനോഹാരിതയുടെയും പ്രകൃതി സൗന്ദര്യത്തിൻ്റെയും ഒരു പെർഫെക്റ്റ് ബ്ലൻഡാണ് ഡൽഹൌസി എന്ന് ചുരുക്കി പറയാം. ദേവദാരു മരങ്ങളും മരതക പുൽമേടുകളും നിറഞ്ഞ 5 മഞ്ഞുമൂടിയ കൊടുമുടികൾ. ദൂരെ നിന്ന് നോക്കിയാൽ ഏതോ ഫാന്റസി ചിത്രകാരന്റെ ക്യാൻവാസ് പോലെ തോന്നും. ശാന്തമായ അന്തരീക്ഷം, പച്ചപ്പ് നിറഞ്ഞ താഴ്വരകൾ, മഞ്ഞുമൂടിയ പർവ്വത നിരകളുടെ വിശാലമായ കാഴ്ചകൾ എന്നിവയാണ് ഡൽഹൌസിയുടെ ആകർഷണം. കൊളോണിയൽ കാലഘട്ടത്തിലെ കെട്ടിടങ്ങൾ, പള്ളികൾ, വിശാലമായ ബംഗ്ലാവുകൾ എന്നിവയാൽ ഈ പട്ടണം അതിൻ്റെ ചരിത്രപരമായ പ്രാധാന്യവും വാസ്തുവിദ്യാ വൈഭവവും കൊണ്ട് സമ്പൽ സമൃദ്ധമാണ്. ഡൽഹൌസി വിശ്രമത്തിൻ്റെയും സാഹസികതയുടെയും ഒരു സമ്പൂർണ്ണ സംയോജനമാണ്. നഗര ജീവിതത്തിൻ്റെ തിരക്കുകളിൽ നിന്ന് വിശ്രമം തേടുന്ന സഞ്ചാരികളുടെ പറുദീസയാണ് സമുദ്രനിരപ്പിൽ നിന്ന് 2300 മീറ്റർ ഉയരെയുള്ള ഡൽഹൌസി. തണുത്ത കാലാവസ്ഥയും അതിശയിപ്പിക്കുന്ന കാഴ്ചകളും പഴയ കാലഘട്ടത്തിലേക്ക് തിരികെ എത്തുന്ന മനോഹാരിതയും കൊണ്ട് പ്രകൃതിയുടെ മടിത്തട്ടിൽ അവിസ്മരണീയമായ ഒരു പിൻവാങ്ങൽ ഇവിടെ എത്തുന്നവർക്ക് ഉണ്ടാകുന്നു. നിങ്ങളൊരു ചരിത്രപ്രേമിയോ പ്രകൃതി സ്നേഹിയോ അല്ലെങ്കിൽ സാഹസികത ഇഷ്ടപ്പെടുന്നവരോ ആരുമാകട്ടെ, ഡൽഹൌസി അതിൻ്റെ കാലാതീതമായ സൗന്ദര്യത്തിലും പുനരുജ്ജീവിപ്പിക്കുന്ന ഒരു സംസ്കാരത്തിലും മുഴുകാൻ ഇവിടെ എത്തുന്നവരെ നിർബന്ധിതരാക്കുന്നു. ഡൽഹൌസിയിൽ എത്തുന്നവർ നിർബന്ധമായും സന്ദർശിച്ചിരിക്കേണ്ട ഒരു പ്രധാന പോയിന്റാണ് ഗാന്ധി ചൗക്ക്. മഹാത്മാഗാന്ധിയുടെ പ്രതിമ ഉൾപ്പെടെ നിരവധി ലാൻഡ്മാർക്കുകൾ ഇവിടെയുണ്ട്. നല്ല തണുത്ത കാറ്റും കൊണ്ട് കോടമഞ്ഞ് നിറഞ്ഞ ഈ വഴികളിലൂടെ ഇങ്ങനെ നടക്കാൻ ഒരു നല്ല സുഖമാണ്. വൈബ്രൻ്റായ ഒരു ക്ലൈമറ്റാണ് ഇവിടുത്തേത്. ആയിരത്തി 1863 സ്ഥാപിച്ച ഒരു ആംഗ്ലിക്കൻ ചർച്ചാണ് സെയിൻറ്റ് ജോൺസ് ചർച്ച്. ഡൽഹൌസിയുടെ പ്രശാന്തമായ പ്രകൃതി ദൃശ്യങ്ങൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന ഈ പള്ളി വിക്ടോറിയൻ കാലഘട്ടത്തിലെ വാസ്തുവിദ്യയ്ക്ക് പേരുകേട്ടതാണ്. ഉയരമുള്ള പൈൻ മരങ്ങളാൽ ചുറ്റപ്പെട്ട സെയിൻറ്റ് ജോൺസ് ചർച്ച് ചരിത്രപരവും വാസ്തുവിദ്യാപരവുമായ ഒരു അടയാളമായി നിലകൊള്ളുന്നു. ഒപ്പം പ്രദേശത്തിൻ്റെ കൊളോണിയൽ പൈതൃകത്തിലേക്കുള്ള ഒരു നേർക്കാഴ്ചയായി തല ഉയർത്തി നിൽക്കുന്നു. പ്രാദേശിക കരകൗശല വസ്തുക്കൾ, സുവനീറുകൾ, കമ്പിളി വസ്ത്രങ്ങൾ എന്നിവ വാങ്ങാൻ വിനോദസഞ്ചാരികളുടെ പ്രിയപ്പെട്ട സ്ഥലമാണ് ടിബറ്റൻ മാർക്കറ്റ്.
ടിബറ്റൻ അഭയാർത്ഥികളാണ് സ്റ്റാളുകൾ നടത്തുന്നത്. വർണ്ണാഭമായ ഉൽപ്പന്നങ്ങളുടെയും പരമ്പരാഗത കരകൗശല വസ്തുക്കളുടെയും ഒരു ശേഖരം തന്നെ ഇവിടെയുണ്ട്. ഈ മാർക്കറ്റിൽ വരുന്നവർക്ക് ഷോപ്പിംഗ് മാത്രമല്ല, ഡൽഹൌസിയുടെ നടുവിൽ നിന്ന് ടിബറ്റൻ സംസ്കാരത്തെ നോക്കിക്കാണാനും ഒരവസരം ലഭിക്കുന്നു. നാടൻ പലഹാരങ്ങൾക്കും സ്ട്രീറ്റ് ഫുഡിനും പേരുകേട്ടതാണ് ഡൽഹൌസിയിലെ ഗാന്ധി ചൗക്ക്. ഭക്ഷണപ്രേമികൾ നിർബന്ധമായും പോകേണ്ട ഒരു സ്ഥലം. പരമ്പരാഗത ഹിമാചലി പാചകരീതികൾ മുതൽ ജനപ്രിയ ഇന്ത്യൻ സ്ട്രീറ്റ് ഫുഡുകൾ ഇവിടെ ആസ്വദിച്ചു കഴിക്കാം. നല്ല തണുത്ത കോടമഞ്ഞ് നിറഞ്ഞ കാലാവസ്ഥയിൽ ചൂടുള്ള സ്ട്രീറ്റ് ഫുഡിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെയാണ്. ആയിരത്തി 1894 പണി കഴിപ്പിച്ച ചരിത്രപ്രസിദ്ധമായ ഒരു കാത്തലിക് ചർച്ചാണിത്. കൽഭിത്തികളും സ്റ്റെയിൻഡ് ഗ്ലാസ് ജാലകങ്ങളും തടിയും ഉപയോഗിച്ച് പൂർണ്ണമായും യൂറോപ്യൻ ആർക്കിടെക്ചർ ശൈലിയിലുള്ള നിർമ്മാണമാണ് ഇതിൻ്റെ സവിശേഷത. പ്രശസ്തമായ വിനോദസഞ്ചാര കേന്ദ്രവും ആരാധനാലയവുമാണ് പ്രദേശത്തിൻ്റെ കൊളോണിയൽ പൈതൃകത്തെ പ്രതിഫലിപ്പിക്കുന്ന ഡൽഹൌസിയിലെ ഈ പള്ളി. സുന്ദരമായ താഴ്വരകളും അതിമനോഹരമായ പർവ്വത കാഴ്ചകളുമുള്ള ഡൽഹൌസിയിലെ മറ്റൊരു സ്ഥലമാണ് പഞ്ച്പുള. സ്വാതന്ത്ര്യ സമര സേനാനിയും രക്തസാക്ഷിയുമായ ഭഗത് സിംഗിൻ്റെ പിതൃ സഹോദരൻ അജിത് സിംഗിൻ്റെ സ്റ്റാച്യു ആണ് ഈ സ്ക്വയറിലെ മെയിൻ അട്രാക്ഷൻ. ഒരു ചെറിയ വെള്ളച്ചാട്ടവും അതിനോട് ബന്ധപ്പെട്ട് കിടക്കുന്ന ആക്ടിവിറ്റീസുമാണ് പഞ്ച്പുളയിലെ പ്രധാന കാഴ്ചകൾ. ഡൽഹൌസിയിലെത്തുന്നവർ
തീർച്ചയായും കണ്ടിരിക്കേണ്ട മറ്റൊരു സ്ഥലമാണ് ബീച്ചീസ് പാർക്ക്. മദേഴ്സ് പാർക്ക് എന്നാണ് ഇതിൻ്റെ അർത്ഥം. ഒരു കാലത്ത് ഇന്ത്യൻ സേനയുടെ കരുത്തായിരുന്ന വാർ എക്യുപ്മെൻസുകളാണ് ഈ പാർക്കിൽ ഡിസ്പ്ലേ ചെയ്തിരിക്കുന്നത്. മനോഹരമായ ധൗളാധർ പർവ്വതനിരകൾക്ക് പിന്നിൽ സൂര്യൻ മറയുമ്പോൾ മനോഹരമായ ഈ മലനിരകളിൽ കുളിരിൻ്റെ അടയാളമായ കോടമഞ്ഞ് വെള്ളനിറം വിതറി പതുക്കെ പറന്നിറങ്ങുന്നു. ഈ ഹിമാലയൻ പറുദീസയിൽ ഞാൻ കണ്ടുമുട്ടിയ പലതും എന്നിൽ അത്ഭുതം ജനിപ്പിക്കുന്നതായിരുന്നു. ഇവിടുത്തെ വളഞ്ഞു പുളഞ്ഞ ഓരോ പാതയിലും ഓരോ വിചിത്ര കോണിലും തദ്ദേശീയരുടെ ഊഷ്മളമായ പുഞ്ചിരിയിലും ആ അത്ഭുതം ഞാൻ കണ്ടു. ഹിമാലയത്തിൻ്റെ കാലാതീതമായ ആകർഷണീയതയിൽ അലഞ്ഞുതിരിയാൻ ധൈര്യപ്പെടുന്നവരെ കാത്തിരിക്കുന്ന അത്ഭുതങ്ങളുടെ തെളിവാണ് ഡൽഹൌസി. വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ ഗുഡ് ബൈ.